എന്ന ചോദ്യത്തിന്റെ മുൻപിൽ നമ്മൾ അഭിമാനത്തോടു കൂടി ഉയർത്തുന്ന ത്രിവർണ്ണ പതാകയിൽ അതേ രൂപത്തിൽ ഒരു രാജ്യത്തിന്റെ ദേശീയ പതാക ഈ രാജ്യത്ത് ഉണ്ടാകണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന്റെ മുൻപിലൊക്കെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആശങ്കകൾ ആളുകൾക്ക് പല രൂപത്തിലുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആശങ്കയല്ല, പ്രതീക്ഷയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് അധികാരത്തിൽ വരും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ അധികാരത്തിൽ വരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ മന്ത്രിസഭാ രൂപീകരണം നടക്കുമ്പോൾ രാഷ്ട്രപതിയുടെ മുൻപിൽ ശ്രീ NK പ്രേമചന്ദ്രൻ ഒരു ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ മനസ്സിൽ കാണാൻ എനിക്കിപ്പോൾ കഴിയുന്നു. നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ആളുകളും ഒക്കെ അവർക്ക് മാത്രം 370, NDA മുന്നണിക്ക് 400 എന്നൊക്കെ പ്രചരിപ്പിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ തവണ ഇങ്ങനെയൊന്നും പറയാൻ പോയിട്ടില്ലായിരുന്നു. ഇപ്പോഴെന്താണ് ഇങ്ങനെ പറയുന്നത്? അതിൻ്റെ കാരണം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഏറ്റവും കുറഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കെങ്കിലും അറിയാം അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ പോവുകയാണ്. ഓടി നടന്ന സഖ്യകക്ഷികളെ ഉണ്ടാക്കുകയാണ്. ഇലക്ഷൻ 1 മാസത്തിന് മുമ്പ് നിതീഷ് കുമാറിനെ ഭയപ്പെടുത്തി മുന്നണിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നവീൻ പട്നായിക്കിനെ ഭയപ്പെടുത്തി മുന്നണിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് മാത്രം 370 സീറ്റ്, മുന്നണിക്ക് 400 സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പുതിയ കക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കേണ്ട കാര്യമുണ്ട്. കോൺഗ്രസിലെ നേതാക്കന്മാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ പങ്കെടുത്ത ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന റാലി മുംബൈയിലെ ശിവാജി പാർക്കിൽ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗിച്ചു. ഞാൻ ഈ സിസ്റ്റത്തെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, മുത്തശ്ശി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, അച്ഛൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് UPA ചെയർപേഴ്സൺ ആയിരുന്നു. UPA 10 വർഷം അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് അതേപോലെ ഞാൻ ഈ സിസ്റ്റത്തെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളയാളാണ്, അകത്ത് നിന്ന് കണ്ടിട്ടുള്ളയാളാണ്. എനിക്കറിയാം ഇവർ പരാജയപ്പെടാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മയെ വിളിച്ച് മഹാരാഷ്ട്രയിലെ ഒരു നേതാവ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നാളെ BJPയിൽ ചേരും, അല്ലെങ്കിൽ ഞാൻ മറ്റന്നാൾ ജയിലിൽ പോകേണ്ടി വരും. ഈ അശോക് ചവാൻ BJPയിൽ ചേരുന്ന വാർത്ത നിയമസഭ നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയോട് ഞാനാണ് എൻ്റെ ഫോണിൽ വന്ന ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഞങ്ങളുടെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്, അശോക് ചവാൻ പോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ തെലങ്കാന ഇലക്ഷൻ നടക്കുമ്പോൾ നാന്ദേഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം. അവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നാന്ദേഡ് എയർപോർട്ടിൽ പോകുമ്പോൾ നാന്ദേഡ് MP കൂടിയായിരുന്ന മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. നാന്ദേഡിൽ നിന്നും ഹെലികോപ്റ്ററിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഞാനും അശോക് ചവാനും ആദിലാബാദ് വരെ ഒരുമിച്ച് യാത്ര ചെയ്താണ് ആ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഒരു 45 മിനിറ്റ് യാത്രയിലുടനീളം മഹാരാഷ്ട്രയിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിൻ്റെ മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അശോക് ചവാൻ. അശോക് ചവാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായി. ഞാൻ രമേശ് ചെന്നിത്തലയുടെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി എന്നെ വിളിച്ചു, വാവിട്ട് നിലവിളിച്ചു, എന്നോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് BJPയിൽ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഭീഷണിപ്പെടുത്തിയ നേതാക്കന്മാരെ എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത്? ഇവർക്ക് 370